നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരു അനുഭവം പറയാൻ പോവാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു ജോലിയുടെ ആവശ്യത്തിനായിട്ട് ഒരു സ്ത്രീ വരികയുണ്ടായി. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, എന്തൊരു ബുദ്ധിമുട്ടാണ് ജോലി, വെയിലുണ്ട്, കറുത്ത് മെലിഞ്ഞ് ആകെ പ്രശ്നമായി. അപ്പോൾ ഞാൻ പറഞ്ഞു, എടോ ജോലിയാവുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പൈസ കിട്ടാനല്ലേ, എനിക്ക് മാസം ഒരു 10,000 ഉറുപ്പ്യൊക്കെ കിട്ടുന്നില്ലേ. അപ്പോൾ നമ്മളെ വീട്ടിലിരുന്ന് വെയിലുണ്ടാതെ കറക്കാതെ നടക്കാതെ ആ പൈസ കിട്ടുമോ? അപ്പോൾ നിങ്ങളിങ്ങനെ നടക്കുമ്പോൾ നിങ്ങൾക്ക് വിറ്റാമിൻ ഡി കിട്ടും, എല്ലിനും പല്ലിനും ഒക്കെ ബലം കിട്ടും. പിന്നെ 2-3 നാൾ കൂടി ഇങ്ങനെ ചെയ്യുമ്പോൾ സന്തോഷം കിട്ടും. പുറത്ത് കുറേ ആൾക്കാരെ കാണാം. എന്തായാലും നേരം വെളുക്കും വൈകുന്നേരമാവും. എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും അമേരിക്കൻ പ്രസിഡൻറ്റിനും അംബാനിക്കും ബാക്കിയുള്ള എല്ലാ കോടീശ്വരന്മാരെ പോലെ തന്നെ രാവിലെ എല്ലാവർക്കും നമുക്കും ഒരു ദിവസം. അപ്പോൾ നമ്മൾ ജോലി ചെയ്താൽ നമുക്ക് പൈസ കിട്ടും, അത് നല്ല കാര്യമല്ലേ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മളും പല സ്ഥലത്ത് ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 4 മണിക്കൊക്കെ എണീറ്റ് വീട്ടിലെ പണിയൊക്കെ ചെയ്ത് വെച്ച് ഒരു 7 മണിയാകുമ്പോൾ 7-7:30 ഉള്ളിൽ പോയി. അപ്പോൾ ബസ്സൊക്കെ കിട്ടി തിരൂർ, അവിടുന്ന് മീനടത്തൂർ താനൂർ ബസ്സിൽ മീനടത്തൂർ താനൂരിൻ്റെ അടുത്ത് ഇടയിലായിട്ടാണ് മീനടത്തൂർ എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് നമ്മൾ ജോലി ചെയ്തിരുന്നു. വൈകിട്ടും 7 മണിയൊക്കെ ആകുമ്പോഴേക്ക് എത്തുള്ളൂ. ബസ് കിട്ടി 4:30 സ്കൂൾ വിട്ട് പിന്നെ തിരൂർ വന്ന് അവിടുന്ന് ബസ് കിട്ടി ജംഗ്ഷനിൽ വന്ന് അവിടുന്ന് ബസ് കിട്ടി ചങ്ങപ്പള്ളി വന്ന് അവിടുന്ന് നടന്ന് ഒരു 10 മിനിറ്റ് നടന്നപ്പോഴേക്ക് 7 മണിയാവും. അപ്പോൾ നമ്മൾ 12 മണിക്കൂറാണ് നമ്മൾ പുറത്ത് നമ്മൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ തൊട്ടടുത്ത സ്കൂളുണ്ട്. അപ്പോൾ ആ സ്കൂൾ ഒഴിവുണ്ടായാലേ നമുക്ക് കിട്ടുള്ളൂ. നമ്മളിത്ര തൊട്ടടുത്താണെങ്കിൽ 10 മിനിറ്റ് നടന്നു പോയാൽ മതി. മറ്റവിടത്തേക്കാണെങ്കിൽ ഒരു 2.5 മണിക്കൂർ യാത്ര. അപ്പോൾ നമുക്ക് എവിടെയാണ് എന്താണ് ജോലി വെച്ചാൽ നമ്മൾ പോയാലേ നമുക്ക് പൈസ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പോവാതെ ഇരുന്ന പൈസ കിട്ടുമോ? പിന്നെ ഞാൻ പറഞ്ഞു, അവരോട് പറഞ്ഞു, ഗാന്ധിജി എന്താ പറഞ്ഞുള്ളത്, ഏത് ജോലിയും പ്രധാനപ്പെട്ടതാണ്. ചെറിയ ജോലി ആയിക്കോട്ടെ വലിയ ജോലി ആയിക്കോട്ടെ, ജോലി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. നമുക്ക് പൈസ കിട്ടണമെങ്കിൽ ജോലി ചെയ്യണം. നമ്മൾ വീട്ടിൽ ഇരുന്നാൽ നമുക്ക് ജോലി കിട്ടില്ല എന്ന് ഞാൻ അവരെ ആശ്വസിപ്പിച്ചു. അപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി അത് പറയുന്നത്. അപ്പോൾ അതെന്താ പറഞ്ഞു കൊടുക്കുന്നതൊക്കെയാണെന്ന് വെച്ചാൽ, അത് 10ാം ക്ലാസ് വരെ അതിന് പഠിക്കാൻ പറ്റുള്ളൂ, പിന്നെ പഠിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള സങ്കടമാണ്. അപ്പോൾ മക്കൾ കുസാറ്റിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നല്ല ഇതിൽ പഠിച്ച് വരുന്നുണ്ട്. അവർക്ക് 3 പെൺകുട്ടികൾ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. അവർക്ക് പറ്റിയില്ല എന്നുള്ളതിലാണ്. അപ്പോൾ അത് പഠിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല ഇങ്ങനെ വെയിലുള്ളത് വന്നത്, അങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വെയിൽ കൊണ്ടിട്ടും പണിയെടുക്കണം, ഓഫീസ് പണിയെടുക്കണം, മറ്റേ കൂലിപ്പണി എടുക്കണം, കായിക പണിയുണ്ട്, കായികാധ്വാനമുണ്ട്, മാനസികാധ്വാനമുണ്ട്. അപ്പോൾ 10 വരെ പഠിച്ച് വെച്ചിട്ടിപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട, മക്കളൊക്കെ പഠിക്കുന്നുണ്ടല്ലോ, അവരൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ അവരെ കൊണ്ട് നിങ്ങൾക്കൊരു ഉപകാരം ഭാവിയിൽ കിട്ടാതിരിക്കില്ല. അപ്പോൾ എൻ്റെ അമ്മ അങ്ങനെ വെയിലൊക്കെ കൊണ്ട് ഓരോ വീട്ടിലും നടന്ന് ജോലിയൊക്കെ ചെയ്തിട്ട് ഒരു 10,000 രൂപയൊക്കെ കിട്ടിയിട്ട് ഞങ്ങളെ പഠിപ്പിച്ച് ഞങ്ങളെ സഹായിച്ചെന്നൊക്കെ കുട്ടികൾക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വിഷമിക്കേണ്ട. അപ്പോൾ നമ്മൾ മറ്റേ അസുഖങ്ങളൊക്കെ വന്നൊരു ഭാഗത്ത് കെടുപ്പിലായാലാണ് നമുക്ക് നരകം. അപ്പോൾ അതൊന്നുമില്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ജോലി ചെയ്ത് ഇങ്ങനെ പോകുന്നതാണ് നമുക്ക് ഏറ്റവും സന്തോഷം. അല്ലാതെ എനിക്ക് 10ാം ക്ലാസ് വരെ പഠിക്കാൻ പറ്റുള്ളൂ, എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, എനിക്ക് പഠിക്കുകയാണെങ്കിൽ നല്ല ജോലി കിട്ടിയിരുന്നു, അങ്ങനെയൊക്കെ ആണ് അത് ചിന്തിക്കുന്നത്. അപ്പം അങ്ങനെയൊന്നും ചിന്തിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അത് ചിരിച്ചുകൊണ്ട് പോയി നല്ല സന്തോഷത്തിൽ. അപ്പോൾ നമ്മൾ പഠിക്കാൻ അവസരം കിട്ടുക എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ
പഠിക്കുകയും വേണം. ചിലവർ നമ്മളെ കണ്ടാൽ പറയും ഇന്ന 9ാം ക്ലാസ്സിൽ നിന്നൊക്കെ കല്യാണം കഴിച്ചു പോയി, എൻ്റെ ഒപ്പം പഠിച്ചതാണ്, അത് നിങ്ങളൊക്കെ നല്ല പഠിച്ചിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഞാനറിയില്ല 9 നിന്നൊക്കെ കല്യാണം കഴിച്ചു പോയി. പിന്നെ മക്കളൊക്കെ ജർമ്മനിയിൽ അമേരിക്കയിലൊക്കെയാണ് ആൺകുട്ടികൾ പഠിച്ചതും ജോലി ചെയ്യണമൊക്കെ. അപ്പോൾ പിന്നെ അങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കാം. മക്കളെ കൊണ്ട് നല്ല ഗുണം കിട്ടുന്നുണ്ട് അവർ പറയാ, ആ സ്ത്രീ പറയാ, ഞാൻ പഠിച്ചിരുന്നില്ല മോളെ, എൻ്റെ കൈ വെച്ചിട്ട് പഠിച്ചിരുന്നില്ല മോളെ, നമ്മൾ 4ാം ക്ലാസ് വരെ ഒരു സ്കൂളിൽ പഠിച്ചിരുന്നാണ്, പിന്നെ സ്കൂൾ മാറി ഡിവിഷൻ മാറി 9ന് എൻ്റെ കല്യാണം കഴിഞ്ഞെന്നൊക്കെ അത് അപ്പോഴാണ് ഞാൻ സംഭവം അറിയുന്നത്. അപ്പം അങ്ങനത്തെവരും ഉണ്ട്. അതൊന്നും ഇപ്പോൾ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ. ഇപ്പം എന്താ നമ്മളെ അവസ്ഥ? എന്തായാലും നമുക്ക് നല്ല ആരോഗ്യത്തിൽ നമുക്ക് നടക്കാൻ കഴിയുക, നമുക്ക് ജോലി ചെയ്യാൻ കഴിയുക, മരിക്കുന്ന വരെ ജോലി ചെയ്യാൻ കഴിയുക, നമ്മുടെ ജോലികളൊക്കെ ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടാവുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ അത് ഞാൻ പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ പറയാമെന്ന് ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ പഠിക്കാൻ പറ്റിയില്ല വെച്ച് വിഷമിക്കേണ്ട കാര്യമില്ല, ജോലി എടുക്കണമെന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല. എല്ലാതും നന്മകൾ വരും. ഒരു സുഖത്തിനൊരു ദുഃഖം ഉണ്ടാവും, ഒരു ദുഃഖത്തിനൊരു സുഖം ഉണ്ടാവും. അപ്പം അങ്ങനെ വിചാരിക്കുക. അപ്പോൾ ജോലി ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ നിർത്തുന്നു. അടുത്ത വീഡിയോ ആയി വരുന്നവരെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.